പുതിയ വാടക കരാർ നിലവിൽ വന്നു. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ആളുകൾ ടൗണുകളിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ചൂഷണങ്ങൾ നടക്കുന്നതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് പുതിയൊരു വാടക കരാർ നിലവിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും പറയുന്നത് റെസിഡൻഷ്യൽ പർപ്പസിനാണ് വാടകയ്ക്ക് കൊടുക്കുന്നെങ്കിൽ 2 മാസത്തെ വാടക മാത്രമേ ഡെപ്പോസിറ്റായി വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതല്ല കൊമേഴ്ഷ്യൽ പർപ്പസിനാണ് നമ്മുടെ ബിൽഡിംഗ് റെന്റലിന് കൊടുക്കുന്നതെങ്കിൽ 6 മാസത്തെ വാടക വരെ ഡെപ്പോസിറ്റായി വാങ്ങാം എന്നുള്ളതാണ്. 2 മാസത്തിനുള്ളിൽ നമ്മുടെ റെന്റൽ എഗ്രിമെന്റ് രജിസ്ട്രാർ ഓഫീസിൽ നേരിട്ട് പോയോ അതല്ലെങ്കിൽ ഓൺലൈനായോ രജിസ്റ്റർ ചെയ്ത് വെക്കണം. അതല്ലെങ്കിൽ 5000 രൂപ ഫൈൻ കിട്ടും എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. അതുപോലെ ഒരു വാടകക്കാരനെ ഒഴിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 2 മാസത്തിന് മുന്നേ നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടും അതുപോലെ വാടക കൂട്ടണമെന്നുണ്ടെങ്കിൽ 3 മാസം മുന്നേ നോട്ടീസ് കൊടുക്കേണ്ടതായിട്ടും ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ബിൽഡിംഗ് ഓണേഴ്സിന്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ TDS ലിമിറ്റേഷൻ 2.4 lakh പെർ ഇയർ ഉണ്ടായിരുന്നത് അത് 6 lakh ആയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ വാടകക്കാരൻ വാടക തരാത്തൊരവസ്ഥയിൽ 3 മാസം വരെ വാടക കിട്ടിയിട്ടില്ലെങ്കിൽ റെന്റൽ ട്രിബ്യൂണലിനെ സമീപിച്ച് വാടക വാങ്ങിയെടുക്കാനോ അതിൽ വാടകക്കാരെ ഒഴിപ്പിക്കാനുള്ള നിയമപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ നിയമത്തിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. താങ്ക് യു.